സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയോ എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ സംവാദത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആരോഗ്യകരമായ ഒരു 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 സംസ്കാരത്തിന്, ഒരു സംവാദ സംസ്കാരത്തിന് തുടക്കമിടാകുന്ന ഒരു സാഹചര്യമാണ് വേണ്ട എന്ന് വെച്ചത്. കാരണം നമ്മൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പറയുന്നത് പോലെ റിപ്പബ്ലിക്കൻ പാർട്ടി ആയാലും ഡെമോക്രാറ്റ് പാർട്ടിയിലായാലും രണ്ട് സ്ഥാനാർത്ഥികൾ, മുഖ്യ സ്ഥാനാർത്ഥികൾ വന്നെന്ന് ഒരു സംവാദം നടക്കും. ആ സംവാദത്തിൽ ആരാണ് വിജയിക്കുന്നത് എന്നത് വോട്ടിങ്ങിനെ പോലും സ്വാധീനിക്കുന്ന രൂപത്തിലാണ് ആ സംവാദം നടക്കുക. അപ്പോൾ അതൊരു നല്ല ആശയമാണ്. അങ്ങനെ ആ രൂപത്തിൽ ജനാധിപത്യത്തെ അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തുടങ്ങാമെന്നൊരു കാര്യമായിരുന്നു. അങ്ങനെയൊരു ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊരു ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് പറവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം അത് ആദ്യം പറഞ്ഞത്. വികസനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു സംവാദമാകാം, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്, പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നത് ഇവിടെ സംവാദമാകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സംവാദമാകാമെന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലാണോ അതോ ഈ പറഞ്ഞ ഫേസ്ബുക്കിലാണോ എന്ന് സംശയം തോന്നാമായിരുന്നു. ഇവിടെ സംവാദമാകാമെന്ന് പറഞ്ഞ് അതിൽ പ്രോഗ്രസ് കാർഡ് ഇടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഫേസ് ടു ഫേസ് സംസാരമാണ് സംവാദം, അല്ലാതെ ഫേസ്ബുക്ക് സംവാദമല്ല. ഫേസ്ബുക്ക് യഥാർത്ഥത്തിൽ നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആയാലും മുഖ്യമന്ത്രിയുടെ ആയാലും ഫേസ്ബുക്ക് പേജൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, സർക്കാരുമായി ബന്ധപ്പെട്ട് പറയേണ്ട വാദങ്ങൾ അതിൽ രേഖപ്പെടുത്തുക. അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവോ തമ്മിലുള്ള സംവാദമാകുന്നില്ലല്ലോ. ഇതിപ്പോൾ സമയവും തീയതിയും കുറിക്കൂ, ഞാനിതാ റെഡിയാണ്, എന്താണ് മുഖ്യമന്ത്രി വരാത്തത് എന്ന ചോദ്യത്തിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്റും പ്രതിപക്ഷ നേതാവ് ഇട്ടതല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെ പേജിൽ നിന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ് ഇട്ടത്. യഥാർത്ഥത്തിൽ ആ സംവാദം വേണമായിരുന്നു. ഇതിപ്പോൾ ഡോക്ടർ അരുണായാലും മാധുവായും ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെയും ആ സംവാദത്തിൽ ഉയർന്നു വരണമായിരുന്നു. നമ്മൾ ഈ ആരോഗ്യകരമായ സംവാദം നേരത്തെ കണ്ടിട്ടുണ്ടെന്നേ. 2009 തോമസ് ഐസക്കും വി.ഡി. സതീശനും തമ്മിൽ നടന്ന സംവാദം, അത് സാന്റിയാഗോ മാർട്ടിൻ ഈ അന്യസംസ്ഥാന ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയമായിരുന്നു. അന്ന് ചർച്ചയ്ക്ക് തോമസ് ഐസക്ക് വെല്ലുവിളിക്കുന്നു. തോമസ് ഐസക്ക് ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിക്കുന്നു. ഉമ്മൻചാണ്ടി പറയുന്നു എനിക്ക് വയ്യ, ഞാൻ വി.ഡി. സതീശനെ വിടാം. അന്ന് തോമസ് ഐസക് പറഞ്ഞത് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ സ്റ്റാഫിനെ വിടാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അയക്കാമെന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം അദ്ദേഹത്തിന് തന്നെ തോന്നി അതല്ല, യഥാർത്ഥത്തിൽ ഈ വി.ഡി. സതീശനെ പൊളിറ്റിക്സിൽ അടയാളപ്പെടുത്തിയ സംവാദമായിരുന്നു. അവിടെ നിന്നാണ് വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുന്നത്, സംവാദത്തിൽ നിന്നാണ്. ആ സംവാദം എത്ര ആരോഗ്യകരമായ സംവാദമായിരുന്നു. അത് പ്രസ് ക്ലബ്ബിൽ നടന്ന സംവാദം. അതിനുശേഷം നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ചാനൽ, എല്ലാ ചാനലുകളിലും അന്ന് ചർച്ചയ്ക്കായി ഇവർ വരുന്നുണ്ട്. അതിനുശേഷം ബജറ്റിന് ശേഷവും ഈ രണ്ടുപേരും തന്നെ സംവാദങ്ങളിൽ തുടരുന്നു. മനോഹരമായ കാഴ്ചയാണ്. രണ്ടുപേർക്കും പറയാനുള്ള വാദങ്ങൾ അതിശക്തമായി ഉന്നയിക്കുന്നു. നന്നായി മുന്നോട്ട് പോകുന്ന ചർച്ച. അതിനുശേഷം കൈകൊടുത്ത് ചിരിച്ചു പിരിയുന്നു. എന്തുകൊണ്ടത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അധിക്ഷേപ പരാമർശങ്ങൾ, അധിക്ഷേപ വാക്യങ്ങൾ പറയുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസ് വെച്ചു കൊടുക്കുന്ന വീടാണോ എന്ന രൂപത്തിലേക്കാണ് CPM കൊണ്ടുവരുന്നത്. എല്ലാ ചർച്ചകളും ചോദ്യങ്ങളും അതിലേക്ക് വരുന്നു. അപ്പോൾ അതിൽ പറയുന്ന വാദങ്ങൾ എന്താണ്? ഈ പറയുന്ന മരിച്ചവരിൽ എന്താണ് വാചകം എന്തായിരുന്നു? അല്ലല്ല, ശവം തൂക്കി എന്ന് പറയുന്നത് സ്വരാജാണ്. മരിച്ചവരുടെ പോക്കറ്റ് അടിച്ചില്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ശവം തൂക്കി കോൺഗ്രസ് എന്നും മരിച്ചവരുടെ പോക്കറ്റ് അടിച്ചില്ലേ എന്ന് മുഖ്യമന്ത്രിയും ചോദിക്കുകയാണ്. ഈ വാദങ്ങളൊക്കെ പറയുമ്പോൾ മരിച്ചവരുടെ ഫണ്ട്, മരിച്ചവർക്കായിട്ടുള്ള ഫണ്ട് ഈ തട്ടിയെടുത്തു, അതായത് മരിച്ചു കിടക്കുന്നവരുടെ പോക്കറ്റിൽ നിന്ന് തട്ടിയെടുത്തു എന്ന രൂപത്തിലാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം രൂക്ഷമായ പ്രതികരണങ്ങൾ വരുമ്പോൾ അപ്പുറത്തും നിങ്ങൾ പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളുണ്ട്. ഇന്നിപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ കൃത്യമായും ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് എങ്ങനെയാണ് വെട്ടിച്ചതെന്ന് പറയുന്നുണ്ട്. ആ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പാർട്ടിക്ക് അതുമായി സംബന്ധിച്ച് കണക്കുകൾ നോക്കാനേൽപ്പിച്ചത് ഇദ്ദേഹത്തെയായിരുന്നു, കുഞ്ഞികൃഷ്ണനായിരുന്നു. കുഞ്ഞികൃഷ്ണൻ അത് നോക്കുകയും അത് സംബന്ധിച്ച കാര്യങ്ങൾ പാർട്ടിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർട്ടി അതിൽ ഒന്നും അനങ്ങിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ധനരാജ് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ പിൻവലിച്ച് 2 ബ്രാഞ്ചുകൾ സ്ഥിര നിക്ഷേപമാക്കിയെന്നും 5 ലക്ഷത്തിൻ്റെ 8 നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയെന്നും അതിൽ 25 ലക്ഷം രൂപ ധനരാജ് അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റി, പിന്നീട് അതിൽ നിന്ന് 15 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും പറയുന്നു. 15 ലക്ഷം പിൻവലിച്ചത് ഏരിയ കമ്മിറ്റിയുടെ കണക്കിലില്ല എന്ന് പറയുന്നു. ഈ 40-ൽ 20 ലക്ഷം രൂപയുടെ പലിശ ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് പോയി എന്ന് പറയുന്നു. ധനരാജ് അക്കൗണ്ടിൽ നിന്ന് സ്ഥിര നിക്ഷേപമായി മാറ്റുക, അതിൻ്റെ പലിശ ഏരിയ സെക്രട്ടറിയുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് മാറ്റുക, ആ നിലയ്ക്കുള്ള സമീപനം സ്വീകരിച്ചു എന്നുള്ളത് അന്ന് തന്നെ കുഞ്ഞികൃഷ്ണൻ കണ്ടെത്തുകയും, കുഞ്ഞികൃഷ്ണനെ കണക്ക് നോക്കാൻ ഏൽപ്പിച്ചതാണ്, കണ്ടെത്തുകയും അത് പാർട്ടി അറിയിക്കുകയും ചെയ്തു. പാർട്ടി അനങ്ങിയിട്ടില്ല. അങ്ങനെ
എല്ലാ കണക്കുകളും നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് ഒഴികെ 1 കോടി രൂപയുടെ അടുത്ത് വെട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ധനരാജ് ഫണ്ടും അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും അടക്കമുള്ള കാര്യങ്ങളിൽ 1 കോടിക്ക് അടുത്തുള്ള വെട്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ ചോദിക്കാമായിരുന്നു പ്രതിപക്ഷ നേതാവിന്. ഇതിലൊക്കെ തന്നെ തുറന്ന മറുപടി മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു. ഈ പറയുന്ന വയനാട്ടിലെ ഫണ്ട് എവിടെ, വയനാട്ടിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിലും ഈ പ്രതിപക്ഷ നേതാവിന് അതൊരു മറുപടി പറയേണ്ടി വരും. അതാണ് വലിയ ചോദ്യമെന്ന് വരികയാണെങ്കിൽ ആ ചോദ്യം വരണമല്ലോ. ആപ്പിലൂടെ പിരിച്ച പണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ആപ്പിലൂടെ പിരിച്ച പണം ധനലക്ഷ്മി ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും അക്കൗണ്ടിലാണ് ഉള്ളതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൽ 1,05,00,000 രൂപയാണ് യൂത്ത് കോൺഗ്രസ് കൈമാറിയതെന്നാണ് പറയുന്നത്. സ്ഥലം വാങ്ങാൻ 2 സ്ഥലം വാങ്ങിയത് 4 കോടിക്കടുത്ത് സ്ഥലം വാങ്ങാൻ ആയിട്ടുണ്ടെന്ന് പറയുന്നു. എത്ര കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം, ഞാൻ കോൺഗ്രസിന്റെ വാദമാണ് പറയുന്നത്. കോൺഗ്രസ് പറയുന്നത് ഈ വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടില്ലെങ്കിൽ നിർമ്മിച്ചു കഴിഞ്ഞ ശേഷം അതിനുശേഷമാണല്ലോ അക്കൗണ്ട് കാണിക്കേണ്ടത്. ആ അക്കൗണ്ട് കാണിക്കുക എന്നുള്ള ആവശ്യം വരുന്നത് CPM നിന്നാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് വാങ്ങിയ സ്ഥലത്തിന്റെ മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തുന്നത് ഒരു രാഷ്ട്രീയ അശ്ലീലമാണ്. അവരത് ചെയ്യേണ്ട കാര്യമില്ല. അവരവരുടെ നിലയ്ക്ക് എന്ത് ചെയ്തു എന്നുള്ള കാര്യം അവർ പറയുക. അവർ കൊടുത്ത പണത്തെക്കുറിച്ച് CPM പറയുന്നുണ്ട്. സർക്കാരിൽ കിട്ടിയ പണം നമ്മുടെയൊക്കെ പണമാണ്, നമ്മുടെ എല്ലാവരും കൊടുത്ത പണമാണ്. ഈ ഇവിടുത്തെ ഓരോ നാട്ടുകാരനും കൊടുത്ത പണമാണ്, പണക്കാരനും പാവപ്പെട്ടവരും എല്ലാവരും ചേർന്ന് കൊടുത്ത പണമാണ്. ആ പണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നു. ആ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ ആ വീടിന്റെ പൂർണ്ണമായ രൂപത്തിൽ വീട് നിർമ്മിച്ചു കഴിഞ്ഞെങ്കിലും അവിടെ വെള്ളവും വൈദ്യുതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അത് അന്ന് ചർച്ചയ്ക്ക് പറഞ്ഞ ശേഷം പിറ്റേ ദിവസം ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി. ഉടനെ ഇന്ന ദിവസത്തിനകം അടുത്ത ആഴ്ചക്കകം എന്ന് പറയുന്നു. നോക്കാം, അടുത്ത ആഴ്ച നോക്കാം. അതാണ് അടുത്ത ആഴ്ചയ്ക്ക് നോക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ ഈ കോൺഗ്രസിന് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഇല്ല എങ്കിൽ നമുക്ക് അന്ന് ചോദ്യം ചെയ്യാമെന്നേ. നമ്മുടെ മുന്നിലല്ലേ ഇതൊക്കെ നടക്കാനിരിക്കുന്നത്. അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ ഈ പറയുന്ന ഈ കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അഭിമന്യുവിന്റെ കേസുണ്ട്. അഭിമന്യുവിന്റെ കേസിലും പണപ്പിരിവ് നടന്നിട്ടുണ്ട്. അഭിമന്യുവിന്റെ പണപ്പിരിവുമായി ബന്ധപ്പെട്ടും അന്ന് വിവാദങ്ങളുണ്ടായിരുന്നു. ആ വിവാദത്തിനും കൃത്യമായ മറുപടി വന്നിട്ടില്ല. ചില കാര്യങ്ങൾ അവരുടെ വീട്ടിലേക്ക് കൊടുത്തത്, സഹോദരിയുടെ കല്യാണം നടത്തിയത്, വീട് നിർമ്മിച്ചത് എന്ന കണക്കുകളൊക്കെ പറയുമ്പോഴും വേറെ ചില കണക്കുകൾ, അത് പിരിച്ച കണക്കുകളുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രതികരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടെന്നേ. ഇനി SDPIയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ SDPI LDFനെയും UDFനെയും ഒക്കെ മാറി മാറി പിന്തുണച്ചിട്ടുണ്ട്. ഇതിൽ ഇത്രയും ശക്തമായി തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കാൻ കാരണം പാലക്കാട് SDPI വോട്ട് കൊണ്ട് ജയിച്ചല്ലോ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ SDPI വോട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? എന്താണ് ശിവൻകുട്ടി പറയുന്നത്? ശിവൻകുട്ടി ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രതികരണം എന്താണ്? ആര് വോട്ട് നൽകിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ട് വേണം, ഒരു വിഭാഗത്തിന്റെ വോട്ട് വേണ്ടെന്ന് വെക്കില്ല. ഇതെപ്പോഴാണ് പറയുന്നത്? SDPയുടെ വോട്ട് വാങ്ങുമോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പറയുന്നത്. ചില വിഭാഗങ്ങളിൽപ്പെട്ടവർ മാത്രം വോട്ട് ചെയ്താൽ മതി, മറ്റുള്ളവർ എനിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ SDPയുടെ വോട്ട് അപ്പോൾ വർഗീയ വോട്ടല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CPMന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എടുത്തു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിലെ പ്രതികരണത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം, എല്ലാവരുടെയും വോട്ട് വരട്ടെ, എല്ലാവരുടെയും വോട്ട് വാങ്ങാമല്ലോ. അതായത് SDPയുടെ വോട്ട് വാങ്ങുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? വോട്ട് ചെയ്യുന്ന ആളുടെ കയ്യിൽ പിടിച്ച് ഈ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ എന്ന് MABB മാറ്റുകയാണ്. ആ രൂപത്തിലേക്ക് പ്രതികരണം മാറ്റുന്നു. നോക്കൂ, ഇതിൽ വ്യക്തമായ മറുപടി പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ എന്ന നിലയ്ക്ക് പറഞ്ഞിരിക്കുന്നത് SDPയുടെ വോട്ട് വേണ്ട എന്ന വാചകമാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SDPയുടെ വോട്ട് വേണ്ട എന്ന വാചകമാണ്. അത് അദ്ദേഹം പറയുന്നത് UDFൽ ആലോചിച്ച്, അതായത് ഈ തീരുമാനം ഡ്രാഫ്റ്റ് ചെയ്ത് PK കുഞ്ഞാലിക്കുട്ടിയുമായി കൂടി ആലോചിച്ച ശേഷമാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതപ്പോൾ UDFന്റെ തീരുമാനം അവിടെ വ്യക്തമാവുകയാണ്. അതുപോരാതെ SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പിന്തുണ നൽകാൻ തയ്യാറാണ്, കോൺഗ്രസിലെ പല നേതാക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ VD സതീശനാണ് തടസ്സം. അപ്പോൾ VD സതീശൻ തടസ്സം നിൽക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതോടുകൂടി SDPI വോട്ട് വേണ്ട എന്നുള്ള നിലപാട് അവിടെ ക്ലിയറായി എന്നുള്ള കാര്യം SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ പല ഘട്ടങ്ങളിലായി ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ ഇവേഡ് ചെയ്ത് പ്രതികരിച്ച കാര്യം അറിയാം. മാധ്യമപ്രവർത്തകർക്ക് സൂക്കേടാണ് എന്ന് പറയുന്ന പ്രതികരണം വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു വ്യാജ നിർമ്മിതി, അതായത് ചില അഭിമുഖങ്ങളിൽ മുഖ്യമന്ത്രി പ്രത്യക്ഷപ്പെടുന്നു. ആ അഭിമുഖങ്ങളിൽ അദ്ദേഹം വളരെ ഫ്രീ ആയി സംസാരിക്കുന്നു, ചിരിക്കുന്ന മുഖ്യമന്ത്രി, വളരെ ലൈറ്റായി സംസാരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൽ ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് ഒരു വ്യാജ നിർമ്മിതിയാണ് എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്ളോഗർ നടത്തിയ അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ കടക്ക് പുറത്ത് എന്ന മുഖ്യമന്ത്രിയുടെ മുൻപത്തെ വാചകം, അത് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് പറയണം,
കീറിവാടാ മക്കളെ എന്ന് പറയണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അദ്ദേഹം നല്ല ശ്രദ്ധയോടെ കേട്ട് അത് നന്നായി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും മുഖ്യമന്ത്രി വളരെ നന്നായി ചിരിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ, ചിരിച്ച് സംസാരിക്കുന്നതാണ് ഒരാളുടെ ഏറ്റവും വലിയ യോഗ്യത എന്നൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന രൂപത്തിലേക്ക് പിന്നീട് തൊട്ടടുത്ത ദിവസം അത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അത് വാർത്താ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കാണുകയാണ്. അത് മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ എങ്ങനെ? അപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് നല്ല ക്ഷമയോടെ സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു നീണ്ട സംവാദത്തിന് തയ്യാറാവുക? ആ സംവാദത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണമെന്നേ. നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ, ഈ പറയുന്ന ശവം തൂക്കി കോൺഗ്രസ് ആണോ എന്നുള്ള ചോദ്യം നേരിട്ടങ്ങ് ചോദിക്കാമല്ലോ. അപ്പോൾ നേരിട്ടുള്ള മറുപടി ഇങ്ങോട്ട് കിട്ടുമല്ലോ. അതിനുള്ള ഒരു അവസരം എന്തിനാണ് പാഴാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും മുഖ്യമന്ത്രി ഒളിച്ചോടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കാനുള്ള ശേഷിയുണ്ടോ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ എന്ന് എനിക്ക് സംശയമുണ്ട്. തോമസ് ഐസക്കിനെ പോലെ നേരിട്ട് നിന്ന് സംസാരിക്കാനുള്ള കഴിവുള്ള നേതാവാണോ പിണറായി വിജയൻ എന്നുള്ള സംശയമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമൊക്കെ പറയും, ശരിയാണ്. പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഈ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കുമോ എന്ന സംശയം ഇതിൽ നിന്ന് അദ്ദേഹം പിന്നാക്കം പോയതിലൂടെ എനിക്ക് തോന്നുകയാണ്. ഫേസ്ബുക്കിലൂടെ ഈ പറയുന്ന വലിയ വലിയ ലേഖനങ്ങൾ എന്ന രൂപത്തിൽ നൽകുന്ന പ്രതികരണങ്ങളല്ല യഥാർത്ഥത്തിൽ മറുപടി. നേർക്കുനേർ ഫേസ് ടു ഫേസ് സംവാദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും അദ്ദേഹം പിന്നാക്കം പോയിരിക്കുന്നു. അതോടുകൂടി ആ ഒരു ചർച്ച അവിടെ അടയുകയാണ്. പിന്നെ അദ്ദേഹം ഉന്നയിച്ച കാര്യമുണ്ടല്ലോ, അദ്ദേഹം ഇവിടെ ഈ പറയുന്ന ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണം പൊളിഞ്ഞല്ലോ. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവ് അതിന്റെ കണക്കുകൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ 4 ലക്ഷത്തിൽ പരം വീട് നിർമ്മിച്ചിട്ട് 4000 വീട് എന്ന രൂപത്തിൽ പറഞ്ഞത് അത് പൊളിഞ്ഞ ശേഷം മുഖ്യമന്ത്രി പിന്നെയും വാർത്താ സമ്മേളനം നടത്തിയല്ലോ. പിന്നെ ഭവന പദ്ധതിയെക്കുറിച്ച് മിണ്ടിയോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ തുറന്ന ചർച്ച നടത്തണം. ഇനി ഈ സഭയിലെ പറഞ്ഞിട്ടില്ല. 4,26,000 വോട്ട് വീട് എവിടെയാ പെടുന്നത്? അത് തീവ്രസ്വഭാവരായി തെറ്റുപറ്റിപ്പോയതാണ്. എന്തെങ്കിലും പറയാതിരിക്കും. ഒരു വകുപ്പിലെ കാര്യമല്ല, എല്ലാ വകുപ്പിലെയും. അപ്പൊ നിയമസഭാ രേഖകളിൽ ഞാൻ പൂർത്തിയാക്കട്ടെ. നിയമസഭാ രേഖകൾ കളവാണെന്ന് അങ്ങ് പറയുന്നത് അങ്ങയുടെ ഉത്തരവാദിത്വം. നിയമസഭ ഇല്ല, ഒരു രേഖയില്ല. ഉമ്മൻചാണ്ടി വായിക്കണ്ട. എന്റെ പോയിന്റ് കഴിഞ്ഞിട്ടില്ല. അല്ല, എന്റെ പോയിന്റ് സമയത്ത് പറഞ്ഞു. അങ്ങയുടെ സമയത്ത് പറയൂ, എന്റെ കഴിഞ്ഞിട്ടില്ലെന്നേ. ഒന്ന് പൂർത്തിയാക്കട്ടെ. അതായത് നിയമസഭാ രേഖകളിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി മാത്രം എടുത്തിട്ട് അതാണ് സത്യം എന്ന് പറഞ്ഞാൽ അല്ലല്ല. അതിനുശേഷം ജലീൽ പറഞ്ഞ മറുപടിയുണ്ട്. വേറെ ക്യാപ്സുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 4 ലക്ഷത്തിൽ എന്നാ പിന്നെ എന്താ മുഖ്യമന്ത്രി ഞാനിപ്പോൾ 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് എടുക്കുള്ളൂ, എനിക്ക് അത് പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മുഖ്യമന്ത്രി ഒരക്ഷരം ഈ 2 വാർത്താ സമ്മേളനം നടത്തിയല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന ഇങ്ങനെ അതിഭാവുകത്വത്തോടെ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സഭയായ അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. അതിന്റെ കണക്ക് വെച്ചിട്ട് വലിയ റെക്കോർഡ് അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു അതിന്മേൽ ചർച്ച നടന്നു പറയുന്നത് എല്ലാ കാലത്തും ഇറങ്ങിപ്പോകാൻ ബഹിഷ്കരിക്കാണ്ട് സഭയിൽ ചർച്ച നടക്കാറുണ്ട്. അപ്പോൾ രേഖകൾ വെച്ച് നേരിട്ട് ചർച്ചയാകാമായിരുന്നില്ല എന്ന് ചോദിച്ചു. നേരിട്ട് ചർച്ചയാകാൻ തിരിഞ്ഞു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇല്ല, തിരിച്ചെത്തിയ ശേഷം ശ്രീ ആന്റോ, അതിനുശേഷം ഡോക്ടർ അരുൺ പറയാം. ശരി. Meet the editors.